എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെടുക്കുന്നതിന് വേണ്ടി കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ: ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം അഭിനവ് ബിന്ദ്ര. ഓപ്ഷൻ എ അഭിനവ് ബിന്ദ്ര. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്. 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ജില്ലയിൽ. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? നൂൽപ്പുഴ. ആൻസർ ഓപ്ഷൻ ബി, നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നതെന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതെന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ലൂണി. ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ലൂണി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡം ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. ആൻസർ ഓപ്ഷൻ എ, മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? സോജില. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ഖാരിഫ്. ഓപ്ഷൻ എ, ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധ്രൂബി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധ്രൂബി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? NW2. ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധ്രൂബി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? NW2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ആദ്യ സമ്മേളനം നടന്നത് എന്ന്? 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിന് നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി. മലാല യൂസഫ്സായ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി, ആന്ധ്രാപ്രദേശ്.
മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? 42ാം ഭേദഗതി. 42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠം. ഓപ്ഷൻ ബി ആനന്ദമഠം. മഹാത്മാഗാന്ധി കി ജയ്, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമാർജനം. അയിത്ത നിർമാർജനം. അയിത്ത നിർമാർജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ആദ്യ മലയാളിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണത്തിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. അയ്യങ്കാളി. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂര്. ആൻസർ ഓപ്ഷൻ എ തൃശ്ശൂർ. സാമൂഹ്യ രംഗത്തെ പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1988 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. സാമൂഹ്യ രംഗത്തെ പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. ആൻസർ ഓപ്ഷൻ എ അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. ആൻസർ ഓപ്ഷൻ സി ചാന്നാർ ലഹള. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. ഓപ്ഷൻ ഡി രാമനമ്പി. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചിന്നാർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ആനമല നിരകളിലെ
പോത്തന്നൂരിനടുത്ത്. ആനമല നിരകളില് പോത്തന്നൂരിന് അടുത്ത്. ഓപ്ഷൻ എ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം. നീണ്ടകര കൊല്ലം ജില്ലയിൽ. ഓപ്ഷൻ ബി കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1. 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിൽ ആണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദ്. ഓപ്ഷൻ എ അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ്. ഓപ്ഷൻ സി. തെബാഗ സമരം നടന്നത് എവിടെയാണ്? തെബാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാൾ. തെബാഗ സമരം നടന്നത് ബംഗാളിൽ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സംബാദ് കൗമുദി. ഓപ്ഷൻ ബി സംബാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി വി പി മേനോൻ. ഓപ്ഷൻ ഡി വി പി മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. ടെറ്റനി. ഓപ്ഷൻ സി ടെറ്റനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം എംഫസീമ. എംഫസീമ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം എംഫസീമ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി. ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? അക്ഷയ. തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്.
ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യബുക്ക്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യബുക്ക്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം. ഓപ്ഷൻ സി, അപ്പിക്കോ പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് ഏക ആറ്റോമികം? ഓപ്ഷൻ എ ഹീലിയം. ഹീലിയം. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഓപ്ഷൻ ഡി, ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? നൈട്രജൻ. ഓപ്ഷൻ സി, നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമേത്? സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകാവുന്ന വാതകമേത്? ഹൈഡ്രജൻ. പാൽ കേടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? പാസ്ചറൈസേഷൻ. ഓപ്ഷൻ ബി, പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതനത്തിന്റെ കോണളവ്? കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് 30 ഡിഗ്രി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഗ്രഹം യുറാനസ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? LPG. പാരമ്പര്യ ഊർജ സ്രോതസ് LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏത്? ഊഞ്ഞാലിന്റെ ചലനം. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷ്. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം 1951. കോവിഡ്-19മായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. തൃശൂർ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. ടെന്നീസ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണം. ആൻസർ ഓപ്ഷൻ ഡി 1, 3. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. പത്തനംതിട്ട. ഓപ്ഷൻ സി, പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഡോക്ടർ വി നാരായണൻ.
വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ള ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ള നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജവും. ആൻസർ ഓപ്ഷൻ സി 3. 1 സൗരോർജം, 2 ജൈവവാതകവും സൗരോർജവും, 3 കാറ്റിൽ നിന്നുള്ള ഊർജം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. 4. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ഓപ്ഷൻ ഡി 1, 2, 3, 4. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. ഉത്തരമഹാസമുദ്രം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH44. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല കൊങ്കൺ റെയിൽവേ. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. 1955. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. പൗരന്മാരെ നിയമവിരുദ്ധമായ തടങ്കലിൽ വെക്കുന്നതിനായി എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6. ഓപ്ഷൻ ഡി 6. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ ബി 42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52
സെക്കൻഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ആര്യസമാജം ദയാനന്ദ സരസ്വതി. ആര്യസമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗെ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗെ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. അപ്പോൾ ആര്യസമാജം രാജാറാം മോഹൻ റോയ്, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യസമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗെ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ആൻസർ എന്ത്? ഓപ്ഷൻ എ. 1 4 2 1 3 2 4 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. സന്താൽ കലാപം നടന്ന വർഷം. സന്താൽ കലാപം നടന്ന വർഷം. സന്താൽ കലാപം നടന്ന വർഷം 1855 to 1856. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 1855 to 1856. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന്? 1857 മെയ് 10. 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 9 1942. ക്വിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് 9 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. ഓപ്ഷൻ എ മംഗളവനം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. സിംഹവാലൻ കുരങ്ങളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്? സിംഹവാലൻ കുരങ്ങളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഇടുക്കി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. ആലപ്പുഴ. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏക ചന്ദ്ര നിർമ്മാണ ഡിവിഷൻ. കേരളത്തിലെ ഏക ചന്ദ്ര നിർമ്മാണ ഡിവിഷൻ മറയൂർ. ചന്ദ്ര നിർമ്മാണ ഡിവിഷൻ മറയൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? എറണാകുളം. ഓപ്ഷൻ സി എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം.
മലപ്പുറം. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്പ്ലാഷ്. ഓപ്ഷൻ ഡി സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വേലുത്തമ്പി കലാപം. വേലുത്തമ്പി കലാപം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സമരം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപം. പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? താഴെ പറഞ്ഞവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? നിജാനന്ദ വിലാസം. നിജാനന്ദ വിലാസം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? തൃശ്ശൂര് 1936. തൃശ്ശൂര് 1936. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളി. ഓപ്ഷൻ ബി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ. സവർണജാഥ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യന്റെ പ്രധാന വിസർജന അവയവം? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യന്റെ പ്രധാന വിസർജന അവയവം? വൃക്കകൾ. വൃക്കകൾ. വിസർജന അവയവം വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയയിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയയിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. അതുപോലെ ഔരാശയത്തിൽ വായുമർദ്ദം കൂടുന്നു. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ആൻസർ വന്നത് ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ജീവകം ഡി. ജീവകം ഡി. റിക്കറ്റ്സിന് കാരണം ജീവകം ഡി. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? നിപ്പ, എയ്ഡ്സ്. നിപ്പ, എയ്ഡ്സ് വൈറസ് കാരണം. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരളത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? ആർദ്രം. ഓപ്ഷൻ ബി ആർദ്രം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത്? ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത്? അല്ലാത്തത് ഏത്? നൈട്രജൻ. ഓപ്ഷൻ ബി നൈട്രജൻ. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? സസ്യപരിപാലനം. സസ്യപരിപാലനം. ചുവടെയുള്ള വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം. ചുവടെയുള്ളവയിൽ നിന്നും വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം. പെട്രോൾ. ഓപ്ഷൻ സി പെട്രോൾ. കേരളത്തിലെ മണ്ണുത്തിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? കേരളത്തിലെ മണ്ണുത്തിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? പ്രിയങ്ക. പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. ആൻസർ ഓപ്ഷൻ എ കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് നാലാമത്തെ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 4 മാത്രം.
സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. പ്ലവന പ്രക്രിയ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ നമ്പർ എത്ര? 4. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ നമ്പർ 4. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. 1. ആൻസർ ഓപ്ഷൻ ബി 1. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? 4 ഇരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ആൻസർ ഓപ്ഷൻ സി ഭാരം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓറഞ്ച്. ഓപ്ഷൻ എ ഓറഞ്ച്. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ് കെൽവിൻ. ഓപ്ഷൻ ബി കെൽവിൻ. താങ്ക് യു. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? കാസർഗോഡ്. ഓപ്ഷൻ ഡി കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ഓപ്ഷൻ എ പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. പാമ്പാർ. ഓപ്ഷൻ ബി പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലെ ഭൂവിഭാഗമാണ്? ഓപ്ഷൻ എ തീരപ്രദേശം. കൊടുങ്ങരപ്പള്ളം പുഴ ഏതു പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. ഓപ്ഷൻ ബി അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഓപ്ഷൻ സി ആലപ്പുഴ. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഒ എം നമ്പ്യാർ. ഓപ്ഷൻ എ ഒ എം നമ്പ്യാർ. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവാര്? ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാദൈവ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? പൊയ്കയിൽ കുമാരഗുരു. ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാരഗുരു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി? വക്കം അബ്ദുൽ ഖാദർ.
ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച് കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. ഓപ്ഷൻ ബി അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? വി ടി ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. ഓപ്ഷൻ ബി ഇൻസുലിൻ. സർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. ഓപ്ഷൻ ബി ഒ ഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ടൈഫോയിഡ്. ഓപ്ഷൻ എ ടൈഫോയിഡ്. ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര ശക്തികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 24. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ജീവകം ഡി. ഓപ്ഷൻ ബി ജീവകം ഡി. വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾ. ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. ഓപ്ഷൻ എ ഉരുളക്കിഴങ്ങ്. പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ഹരിത. ഓപ്ഷൻ എ ഹരിത. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോള്. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോള്. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലുമിനിയം. ബോക്സൈറ്റ് അലുമിനിയം. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? മൂലകങ്ങളുടെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ സി മോസ്ലി. ഓപ്ഷൻ സി മോസ്ലി. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം എന്താണ്? ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? ഓപ്ഷൻ ബി NaCO3. NaCO3. ഓപ്ഷൻ ബി. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? ഓപ്ഷൻ എ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓപ്ഷൻ എ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ജലം. ജലം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷ് ആണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷ് ആണ്. ഗുരുത്വബലം. ആൻസർ ഓപ്ഷൻ എ ഗുരുത്വബലം. മനുഷ്യന്റെ ശ്രവണ പരിധി. ഓപ്ഷൻ ഡി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഓപ്ഷൻ ഡി. താങ്ക് യു.